السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. സമാദരണീയരായ സത്യവിശ്വാസിനികളെ, പെരിന്തൽമണ്ണ ഇസ്ലാഹി പ്രവർത്തകർ ഒരുക്കിയിട്ടുള്ള റമളാൻ വിജ്ഞാന വേദിയിൽ സന്നിഹിതരായ മാന്യ സഹോദരങ്ങളെ, ദീനീ കാര്യങ്ങൾ പഠിക്കാനായി ഇവിടെ ഒത്തുകൂടിയ നമ്മുടെ ഈ പ്രവർത്തനം അള്ളാഹു നമ്മിൽ നിന്ന് ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. സംതൃപ്ത ജീവിതം എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കാനാണ് സംഘാടകർ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജീവിതത്തിൽ സംതൃപ്തി ലഭിക്കുക എന്നത് ഏതൊരു മനുഷ്യൻ്റെയും വളരെ സുപ്രധാനമായ ഒരാവശ്യമാണ്. ചെറിയവരും വലിയവരും അതിൽ സമമാണ്. പണ്ഡിതരും ദാർശനികരും പണ്ഡിതന്മാരല്ലാത്ത ആളുകളും സാധാരണക്കാരും പണക്കാരും പണിക്കാരും കുബേരനും കുചേലനും ഒക്കെ ലിംഗവ്യത്യാസമില്ലാതെ ജീവിതത്തിൽ സംതൃപ്തി ലഭിക്കാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. ആളുകൾ അത്യധ്വാനം ചെയ്ത് ജോലി ചെയ്യുന്നത്, പെടാപാടുപെട്ട് അധ്വാനിക്കുന്നത് എല്ലാം ഈ ജീവിത സംതൃപ്തി കൈവരിക്കാൻ വേണ്ടിയാണ്. വളരെ കഠിനാധ്വാനങ്ങൾ ചെയ്യുന്ന മനുഷ്യന്മാർ മാത്രമല്ല, അതിനപ്പുറത്ത് വഴിവിട്ട മാർഗങ്ങൾ സ്വീകരിച്ച ആളുകളും ജീവിത സംതൃപ്തി അന്വേഷിച്ച് നടക്കുന്നവരാണ്.
സംഗീത പ്രേമികൾ, സിനിമ പ്രേമികൾ, കലാകാരന്മാർ, അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകൾ എടുത്തു പരിശോധിച്ചാൽ ആളുകൾ ഇവിടെയൊക്കെ എത്തപ്പെടുന്നത് പലപ്പോഴും ജീവിതത്തിന് സന്തോഷവും സംതൃപ്തിയും ലഭിക്കാനാണ്. നമ്മുടെ തലസ്ഥാന നഗരിയിൽ, ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ ഒരു സ്റ്റാർ ഹോട്ടലിൽ നൈന സാഹിനി എന്ന് പറയുന്ന ഒരു നർത്തകിയെ ചില ആളുകൾ അപ്പം ചുടുന്ന തന്തൂരി അടുപ്പിലിട്ട് ചുട്ടുകൊന്നു. കുറച്ച് കഴിഞ്ഞാണ് കേസിന് തുമ്പുണ്ടായത്. ഈ അബദ്ധസഞ്ചാരം നടത്താൻ ഈ നർത്തകിയായ സ്ത്രീയെ പ്രേരിപ്പിച്ചത് ജീവിതത്തിൽ എവിടെയെങ്കിലും സന്തോഷം കിട്ടാനും സംതൃപ്തി കൈവരിക്കുവാനുമുള്ള മോഹമാണ്. ഈ നർത്തകിയെ വകവരുത്താൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കുറ്റവാളികളെ പ്രേരിപ്പിച്ചതും ഇതേ വസ്തുത തന്നെ. ഇന്ന് നാട്ടിൽ നടക്കുന്ന ഒട്ടുമിക്ക അക്രമങ്ങളുടെയും അനാശാസ്യ പ്രവണതകളുടെയും അവകാശ ധ്വംസനങ്ങളുടെയും ഒക്കെ പിന്നിലുള്ള പ്രചോദനമെന്ത് എന്ന് പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരെയും അലട്ടുന്ന പ്രശ്നം ഇതാ. ചെറുപ്പക്കാരായ കുട്ടികൾ ബൈക്കിൽ വന്നിട്ട് മാല പൊട്ടിച്ചെടുക്കുന്നു, സ്വർണ്ണാഭരണങ്ങൾ കവരുന്നു, സ്ത്രീകളെ പീഡിപ്പിക്കുന്നു, മനുഷ്യന്മാരെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ പ്രായമുള്ള ആൾക്കാരൊന്നും അല്ല, ചെറുപ്പക്കാരായ മക്കൾ. എന്തിനാണ് ഇതൊക്കെ ചെയ്തത് എന്ന കുറ്റാന്വേഷകരുടെ ചോദ്യത്തിന് മുമ്പിൽ ഒട്ടുമിക്ക ചെറുപ്പക്കാരുടെയും മറുപടി ഒരു ബൈക്ക് സമ്പാദിക്കണം, അല്ലെങ്കിൽ ഒന്ന് അടിച്ചു പൊളിച്ച് നടക്കണം, ജീവിതത്തിൽ സന്തോഷത്തോടെ സംതൃപ്തിയോടെ ഒന്ന് അടിച്ചു പൊളിച്ച് നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാശുണ്ടാക്കണം. ആ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചില മാർഗങ്ങളായാണ് ഈ കുറ്റകൃത്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ചൈനീസ് ഡൈജസ്റ്റിൽ വന്ന ഒരു ന്യൂസ് വളരെ അത്ഭുതമുണ്ടാക്കുന്നതാണ്. അവിടെ ഒരു ഹോട്ടലിലെ ബണ്ണ് ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര തിരക്ക്. വൈകുന്നേരം ആയാൽ ഈ ഹോട്ടലിലെ ബണ്ണ് കഴിക്കാനാണ് ആൾക്കാരൊക്കെ കൂടെ തിക്കും തിരക്കും. ക്യൂ നിൽക്കണം, നേരത്തെ ടോക്ക് എടുക്കണം, പൈസ അടിച്ചിട്ട് കാത്തു നിൽക്കണം. അങ്ങനെയൊക്കെ ആയാലേ അവിടുത്തെ ബണ്ണ് കിട്ടുള്ളൂ എന്നുള്ളിടത്ത് എത്തി. അങ്ങനെ ഒരിക്കൽ ഈ ബണ്ണ് കഴിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ ഒരാൾക്ക് മനുഷ്യൻ്റെ ഒരു വിരൽ, നഖടക്കമുള്ള ഒരു വിരൽ കിട്ടി. അത് വിവാദമായി. അപ്പോഴാണുള്ള വിവാദമാകൽ, നമ്മളെ ഷവർമ്മ വിവാദം മാതിരി. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോയിക്കോളും. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് വിവാദമാകും. കുറച്ച് കാലത്തിനുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരത് സുന്ദരപൂർവ്വം അത് മറക്കും. ഏതായാലും ആവട്ടെ, ഈ ബണ്ണിൻ്റെ ടേസ്റ്റ് എന്തായിരുന്നു എന്ന രഹസ്യമാണ്. അവസാനം എങ്ങനെ ഈ മനുഷ്യൻ്റെ വിരലിതിലെത്തി എന്ന പഠനം നടത്തി നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഇയാളുടെ സഹോദരൻ തൊട്ടടുത്തുള്ള ഒരു ശ്മശാനത്തിലെ ജോലിക്കാരനാണ്. മനുഷ്യൻ്റെ ശവശരീരങ്ങൾ മയ്യത്ത് അവിടെ എത്തിയാൽ മറവ് ചെയ്യുന്നതിന് മുമ്പ് മാംസളമായ പല ഭാഗങ്ങളും ഇയാൾ എന്ത് ചെയ്യും, അതിമന്ന് അരിഞ്ഞെടുത്തിട്ട് സഹോദരൻ നടത്തുന്ന ബണ്ണിൻ്റെ കടിക്ക് തന്നെ കൊടുക്കും. പെട്ടെന്ന് മയ്യത്ത് മറവ് ചെയ്യുമ്പോൾ ആൾക്കാരിത് അറിയില്ല. അങ്ങനെ മനുഷ്യൻ്റെ മാംസം ചേർത്തുണ്ടാക്കുന്ന ബന്നാണ് ഇത്രയും ടേസ്റ്റുള്ള ബന്ന് എന്ന് പിന്നീടാണ് ആൾക്കാർ തിരിച്ചറിഞ്ഞത്. ഈ നഖം ഉൾക്കൊണ്ട വിരൽ കിട്ടിയപ്പോൾ മനസ്സിലാക്കണം നിങ്ങൾ. അൽ കൽബു ലാ യഅ്കുലുൽ കൽബ എന്നാണ്.
നായയെ തിന്നൂല. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യനെയും തിന്നും. ഓൻ പച്ചക്കും തിന്നു, പൊരിച്ചും തിന്നും എന്നാണല്ലോ നമുക്ക് മനസ്സിലാകുന്നത്. മനുഷ്യൻ്റെ പച്ചർച്ചി മനുഷ്യന്മാർ തന്നെയാണ് കൊത്തി വലിക്കുന്നത്. ഈബത്തും നമീമത്തും പിത്തനും പസാദൊക്കെ ആയിട്ട് അതങ്ങനെ ഒരു തീറ്റി. ശുദ്ധ ഖുർആൻ്റെ ഭാഷയിൽ അയുഹിബ്ബു അഹദുക്കും മൻ യഅകുല ലഹ്മ അഖീഹി അല്ലേ? ശരി, മറ്റേ തീറ്റയാണ് ഇവിടെ പറഞ്ഞത്. ഏത്? മൃതശരീരത്തിൽ നിന്ന് മാംസളമായ ഭാഗങ്ങൾ അരിഞ്ഞെടുത്തിട്ട് അത് ബന്നും കൂട്ടി അടിക്കുക. ഈ പണി എന്തായാലും ഒരു മൃഗം ചെയ്യൂല. എന്തേ മനുഷ്യനെ ഇതിന് പ്രേരിപ്പിച്ച ഘടകമെന്ന് ചോദിച്ചാൽ അവന് കുറച്ച് ദുന്യവിയായ സുഖം കിട്ടണം, അവന് സംതൃപ്തി കിട്ടണം. ആ സംതൃപ്തി കിട്ടാനുള്ള മാർഗം മനുഷ്യൻ അന്വേഷിക്കുക. ആ മാർഗം തേടി അലയുമ്പോഴാണ് ഈ ജാതി വിഷയങ്ങളിൽ മനുഷ്യൻ ചെന്ന് ചാടുന്നത്. നഗ്ന സന്യാസിയുടെ പിന്നാലെ ആളുകൾ കൂടാൻ എന്താ കാരണം? അതിലാണ് സംതൃപ്തി എന്ന് ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെ കുറേ ആൾക്കാർ അതിൻ്റെ പിന്നാലെ പോകുന്നു. ആത്മീയതയിൽ മനുഷ്യൻ്റെ സുഖവും സംതൃപ്തിയും കണ്ടെത്തിയ ആളുകളാണ് ആൾദൈവങ്ങളുടെ പിന്നാലെ പോയ പലരും. ആ ആൾദൈവത്തിൻ്റെ പിന്നാലെ പോയാൽ മനസ്സിന് എന്തെന്നില്ലാത്ത അനുഭൂതി കിട്ടുന്നു. അവരെ ഒന്ന് ദർശനം നടത്തുന്നതോടുകൂടി, അവരുടെ കാൽപാദം ഒന്ന് തൊട്ടു വന്നിക്കുന്നതോടുകൂടി, അവരുടെ പ്രാർത്ഥനാ സദസ്സിൽ സന്നിഹിതരാകുന്നതോടുകൂടി, ആ ആട്ടത്തിലും അതുപോലെ തന്നെ ആ പാട്ടിലും ഒക്കെ പങ്കെടുക്കുന്നതോടുകൂടി മനുഷ്യ മനസ്സിന് എന്തെന്നില്ലാത്ത അനുഭൂതി കൈവരിക്കാൻ സാധിക്കുന്നു എന്ന് ധരിച്ചു വശായ ആളുകൾ ഇത്തരം മഠങ്ങളിലും കേന്ദ്രങ്ങളിലും അഭയം പ്രാപിക്കുന്നു. ചുരുക്കത്തിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അപകടകരമായ കുഴിയിൽ ചെന്ന് ചാടിയ ആളുകളും വിവിധങ്ങളായ അനാശാസ്യ പ്രവണതകളുടെ പിന്നാലെ പോയവരുമൊക്കെ ഒരുപോലെ അന്വേഷിച്ചത് യഥാർത്ഥത്തിൽ ഈ മനസ്സമാധാനവും മനസ്സംതൃപ്തിയാണ്. ദുന്യാവിൻ്റെ നേട്ടം കൊണ്ട് അത് കൈക്കലാക്കാമെന്ന് വിചാരിച്ചവർക്ക് യഥാർത്ഥത്തിൽ തെറ്റി. ഇസ്ലാം അങ്ങനെ പറയുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങൾ പ്രയാസത്തിൻ്റെ നടുക്കയത്തിൽ കഴിയുന്ന ഒരു ഘട്ടത്തിൽ റോമിലും പേർഷ്യയിലും ആളുകൾ സുഖലോലുപന്മാരായി കഴിഞ്ഞുകൂടുന്നതിനെക്കുറിച്ച് പരാമർശിച്ചു. അവരെന്തോ ഒരു സുഖത്തിലാണ് പ്രവാചകരെ എന്ന്. ഉടനെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉമർ, താങ്കൾ ഇപ്പോഴും ഇങ്ങനെയാണോ ചിന്തിക്കുന്നത് എന്ന്. ശരിയായ വിശ്വാസമില്ലാത്ത ആളുകൾക്ക്, സത്യനിഷേധികൾക്ക്, കപടരായ ആളുകൾക്കൊക്കെ ധനം കിട്ടുക വഴി യഥാർത്ഥത്തിൽ അവർക്ക് സംതൃപ്തിയും സന്തോഷവുമല്ല അതിലൂടെ കിട്ടുന്നത് എന്ന തിരിച്ചറിവ് വിശ്വാസികൾക്കുണ്ടാകേണ്ടതുണ്ട്. മുനാഫിക്കുകളെ കുറിച്ച് പരാമർശിച്ച കൂട്ടത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫലാ തുഅ്ജിബുക അംവാലുഹും വലാ ഔലാദുഹും ഇന്നമാ യുരീദുല്ലാഹു ലിയുഅദ്ദിബഹും ബിഹാ ഫിൽ ഹയാത്തിദ് ദുനിയാ ഫലാ തുഅ്ജിബുക അംവാലുഹും വലാ ഔലാദുഹും. അവരുടെ സമ്പത്തും സന്താന സൗഭാഗ്യവും കണ്ട് പ്രവാചകൻ ഒരിക്കലും അത്ഭുതപ്പെടേണ്ടതില്ല. ഇന്നമാ യുരീദുല്ലാഹു ലിയുഅദ്ദിബഹും ബിഹാ ഫിൽ ഹയാത്തിദ് ദുനിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗതികമായ വിഭവങ്ങൾ ശരിയായ വിശ്വാസികൾക്കല്ലാത്ത ആളുകൾക്ക് കൊടുക്കുക വഴി അവരെ പരീക്ഷണത്തിൽ അകപ്പെടുത്തുകയാണ് ചെയ്യുന്നത്.
ഇന്ന് ദരിദ്രരായ ആളുകൾ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ അനുഭവിക്കുന്ന സമ്പന്ന രാജ്യങ്ങളുണ്ട് എന്ന് നമ്മൾ കൃത്യമായും മനസ്സിലാക്കേണ്ടതുണ്ട്. സമ്പത്തിൻ്റെ കുറവല്ല അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. സമ്പത്തുണ്ട് എന്നതാണ് പലപ്പോഴും അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം. നല്ല സമ്പന്നരായ ആൾക്കാർക്ക്, സാധുക്കളായ ആൾക്കാർ കിടന്നുറങ്ങണമാതിരി മനസ്സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ കഴിയില്ല. കുട്ടികളുടെ കാര്യം പരിശോധിച്ചാലും അങ്ങനെ തന്നെയാണ്. തീരെ സന്താന സൗഭാഗ്യമില്ലാതെ അല്പം മനോവിഷമത്തോടെ കഴിഞ്ഞുകൂടുന്ന ആളുകൾ തന്നെയും ഇഷ്ടം പോലെ മക്കളുള്ളവരെ കാര്യം ഒന്ന് നേർക്കുനേരൊന്ന് പഠിച്ചു നോക്കണം. ഇയാളെ മക്കൾ ഇയാളോട് എങ്ങനെ പെരുമാറുന്നു? ആ മക്കൾ ഇയാൾക്കൊരു പരീക്ഷണമായി മാറുന്നുണ്ടോ? നല്ല ഒരു ശതമാനം സന്താനങ്ങളും അങ്ങനെ. എത്രയോ മാതാപിതാക്കൾ പറഞ്ഞു പോകുന്നു, എനിക്കിങ്ങനെ ഒരു മോന് ജനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ. എന്തേ അവരെ അങ്ങനെ പറയിപ്പിക്കാൻ കാരണം? ആ മക്കളൊരു പരീക്ഷണമായി മാറുകയാണ്. സ്വന്തം മക്കൾ മാതാപിതാക്കളെ തലക്കടിച്ചു കൊല്ലുന്ന സമ്പ്രദായങ്ങൾ ഇക്കാലത്ത് ധാരാളമായി നമ്മൾ കേൾക്കുന്നു, കാണുന്നു, മനസ്സിലാക്കുന്നു. സ്വന്തം മക്കളുടെ കൈകൾ കൊണ്ട് പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്ക് മരണം സംഭവിക്കുക, അവരുടെ മനസ്സ് വേദനിച്ചു കൊണ്ടിരിക്കുക. എന്തേ ഇങ്ങനെയാകാൻ കാരണം? ആ മക്കളിലൂടെ കിട്ടുന്ന പരീക്ഷണം. അപ്പോൾ അത്തരം ആളുകൾ ചിന്തിച്ചു പോകും, മക്കളില്ലാത്ത ഓനാണ് ഭാഗ്യവാൻ, ഓൻ ഈ വക പ്രയാസങ്ങളൊന്നും അനുഭവിക്കണില്ലല്ലോ എന്ന്. ലോകം ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് ശാസ്ത്ര സാങ്കേതിക രംഗത്ത്. അത് കൈവരിക്കാൻ സാധിച്ചാൽ എല്ലാവിധ സൗഭാഗ്യവും സംതൃപ്തിയും കിട്ടുമെന്നാണ് കുറേ പേർ ധരിച്ചു വശായത്. ഭൗതികമായ സൗകര്യങ്ങൾ നല്ലത് തന്നെ. നമ്മളിപ്പോൾ ഈ അനുഭവിക്കുന്നതൊക്കെ അതിൻ്റെ ചില ബൈ പ്രൊഡക്ട്സാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അതിലൂടെ കിട്ടുന്ന നേട്ടങ്ങൾ തന്നെയാണ്. അതേ സമയത്ത് ആ മനുഷ്യൻ്റെ ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള മനുഷ്യൻ്റെ വിദ്യ മനുഷ്യന് പലപ്പോഴും ഇന്ന് ഗുണത്തെക്കാളേറെ ദോഷമാണ് വരുത്തി വെച്ചിട്ടുള്ളത് എന്ന് കൂടുതൽ പരത്തി പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എയ്ഡ്സ് പോലെയുള്ള മാരകമായ രോഗങ്ങൾ വന്നത് എന്തുകൊണ്ടാണ് എന്ന പഠനം ഈ സന്ദർഭത്തിൽ ശ്രദ്ധേയമാണ്. മാരകമായ യുദ്ധങ്ങൾക്ക് മനുഷ്യന് ഈ ആയുധങ്ങൾ നൽകിയത് ഈ ശാസ്ത്ര പുരോഗതിയാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ലക്ഷക്കണക്കായ മനുഷ്യന്മാരെ, നിരപരാധികളെ കൊന്നൊടുക്കി. അത് ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്ത. പണ്ടത്തെ ദ്വന്ദ്വ യുദ്ധത്തിൻ്റെ സ്വഭാവമല്ലെന്ന്. ഏതെങ്കിലും ചില വ്യക്തികളോടുള്ള പക പോക്കാൻ ഒരു പ്രദേശത്തെ ഒന്നിച്ച് ചുട്ടു ചാമ്പലാക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. സാമ്രാജ്യത്വ ശക്തികൾക്ക് വേണ്ടിയിരുന്നത് ഉസാമ ബിൻ ലാദനെയായിരുന്നു. അതൊരു വ്യക്തിയാണ്. അയാളെ ചുറ്റിപ്പറ്റി എത്ര പേരുണ്ടാകും? വളരെ കുറഞ്ഞ ഒരു സംഘം. പക്ഷേ ലാദനെ ഇപ്പോൾ കിട്ടി എന്ന് പറയുന്നു, കടലിലെറിഞ്ഞു എന്ന് പറയുന്നു. എന്തോ ആകട്ടെ, കിട്ടുന്നതിന് മുമ്പ് ചെയ്തതെന്താ? ഒരു നാടൊന്നായിട്ട് കുട്ടിച്ചോറാക്കി. ആ ലാദൻ്റെ പേരും പറഞ്ഞിട്ട് നിരപരാധികളായ മനുഷ്യരെ നിർദ്ദയം കൊന്നൊടുക്കി. അതാണ് ശാസ്ത്ര പുരോഗതി കൊണ്ട് മനുഷ്യൻ ഇന്ന് നേടിയെടുത്തത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഭൗതികമായ സുഖ സൗകര്യങ്ങൾ വർദ്ധിച്ചതുകൊണ്ട് മനുഷ്യന് സംതൃപ്തി കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. സ്വാതന്ത്ര്യം കിട്ടി എന്ന് വിചാരിച്ച് ആ സ്വാതന്ത്ര്യം യഥാവിധി ഉപയോഗപ്പെടുത്തായിക കൊണ്ട് മറ്റുള്ളവന് അതുകൊണ്ട് ദോഷമാണ് സംഭവിച്ചത്.
അബുൽ ഹസൻ അലി നദ്വി അദ്ദേഹത്തിൻ്റെ ഡോക്ടർ മൗലാന വഹീദുദ്ദീൻ ഖാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചതുപോലെ ന്യൂയോർക്കിൽ അമേരിക്കക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അമേരിക്കയുടെ ഒരു നഗരത്തിൽ ഒരാൾ അലാക്കിൻ്റെ കൈ വീശി ഒരു നടത്ത ആ സ്വാതന്ത്ര്യം ആഘോഷിച്ചതാണ്. ഇന്ന് അമേരിക്കക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമെന്നും പറഞ്ഞിട്ട് കൈ വീശിയിട്ടാണ് നടന്നപ്പോൾ എതിരെ വരുന്ന ഒരാളുടെ മൂക്കിന് ചെന്നിട്ടാണ് ഈ കൈ തട്ടിയത്. അതോടുകൂടിയിട്ട് മറ്റവൻ പറഞ്ഞു, ഈ രൂപത്തിലൊന്നും നിങ്ങൾ ഈ നഗരത്തിലൂടെ നടക്കുമ്പോൾ എന്ത് ചെയ്യരുത്, കൈ വീശി നടക്കരുത്, മറ്റവൻ്റെ കണ്ണും മൂക്കും ഒക്കെ പോയിപ്പോകുമെന്ന് പറഞ്ഞപ്പോൾ കൈ വീശിയവൻ പറഞ്ഞു, ഇന്ന് കൈ വീശിയില്ലെങ്കിൽ പിന്നെ എന്നാ കൈ വീശി, എന്ന് അമേരിക്കക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൈ വീശാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് അയാൾ പറഞ്ഞത്. അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു, നിങ്ങൾക്ക് കൈ വീശാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നത് ശരി തന്നെ, പക്ഷേ യുവർ ഫ്രീഡം എൻഡ്സ് വേർ മൈ നോസ് ബിഗിൻസ്. നിങ്ങൾക്ക് ഈ കൈ വീശാനുള്ള സ്വാതന്ത്ര്യം അവസാനിക്കുന്നുണ്ട് എവിടെ, വേർ മൈ നോസ് ബിഗിൻസ്. എൻ്റെ മൂക്ക് എവിടെയാണോ തുടങ്ങുന്നത് അത്രത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൈ വീശാൻ പറ്റുള്ളൂ, അല്ല എൻ്റെ മൂക്കത്തു കൂടി കൈ വീശാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാ സീമകളും ലംഘിക്കപ്പെടുന്നു. ജനാധിപത്യ രാജ്യമാണല്ലോ നമ്മളുടെ രാജ്യം. മനുഷ്യ ജീവിതത്തിന് സംതൃപ്തി കൈവരിക്കാൻ വേണ്ടി നമ്മുടെ പൂർവികർ വളരെയധികം ത്യാഗം സഹിച്ച് നേടിയെടുത്ത ഒരു സ്വാതന്ത്ര്യം. പക്ഷേ ഇന്നെവിടെ എത്തി? ആ സമരം ചെയ്യാനും തൻ്റെ ആശയങ്ങൾ പ്രകടിപ്പിക്കുവാനും മറ്റുള്ളവരുടെ ഭരണാധികാരികളുടെ ശ്രദ്ധ പിടിച്ചെടുക്കുവാനുമുള്ള ആ സമരമാർഗങ്ങൾ തന്നെ മനുഷ്യനൊരു വിനയായി മാറി. ഇന്ന് ഏത് ഈർക്കിളി പാർട്ടിക്കും സമരം നടത്താം. കാരണം എന്താ, സമരം എന്ന് പറഞ്ഞാൽ റോട്ടിൻ്റെ നടുവ് കൂടി നടക്കലാണ്, അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ എറിഞ്ഞ് തകർക്കലാണ്. അപ്പോൾ ഒരു ബന്ദ് വരുന്നു എന്നറിഞ്ഞാൽ ഈ ജാതി ബന്ധുകളൊക്കെ കോടതി നിരോധിച്ചു. പക്ഷേ ഈ ബന്ദ് കണ്ടുപിടിച്ചോൻ തന്നെയാണ് ഹർത്താലും കണ്ടുപിടിച്ചത്. ഓന് ബന്ദിൻ്റെ അതേ മൈന ഹർത്താലിനാണ് കൊടുത്തപ്പോൾ കോടതി അവിടെ ഇപ്പോൾ ഇനി എന്താ പറയേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. നോക്കൂ നിങ്ങൾ, എന്തേ ഉണ്ടായി? ആ ബന്ദ് തന്നെ ഹർത്താൽ എന്നുള്ള പേരിൽ നടക്കണം. ബന്ദിൽ എന്തൊക്കെ അരങ്ങേറുന്നുണ്ടോ അതൊക്കെ ഹർത്താലിലും അരങ്ങേറുന്നു. ഏത് ഈർക്കിളി പാർട്ടി സമരം നടത്തിയാലും സമരം വിജയിക്കുന്നു. എന്തേ? കല്ല് കയ്യിൽ കിട്ടുന്നിടത്തോളം കാലം സമരത്തിന് വിജയം വരിക്കാൻ പറ്റുന്നുള്ളിടത്താണ് ഉള്ളത്. ഒരു ചെറിയ പാർട്ടി ഇവിടെ സമരം നടത്തിയപ്പോൾ 105 KSRTC ബസ്സുകൾ തകർത്തു, എറിഞ്ഞു തകർത്തു. 105 KSRTC ബസ്സുകൾ. ഇവിടെയുള്ള ഈ രാജ്യത്തെ മുഴുവൻ പൗരൻ്റെയും പണം കൊണ്ട് പിരിച്ചെടുത്ത് ആ നികുതി പണം കൊണ്ട് ഉണ്ടാക്കിയ നേട്ടങ്ങൾ അവരായി തന്നെ തച്ച് തകർക്കുന്നു. തനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ മതി. റോഡിൻ്റെ സൈഡിൽ കൂടി പോയാൽ ബന്ദ് വിജയിക്കൂലെന്ന് കണ്ടാൽ ആ പ്രകടനം അല്ലെങ്കിൽ ആ ഹർത്താൽ റോട്ടിൻ്റെ നടുവ് കൂടി ആകെ 4 ആളെ ഉണ്ടാവുള്ളൂ. അവർക്ക് ആ അരു കൂടി നടന്നാലും ഒച്ചപ്പാട് ആൾക്കാർ കേട്ടോളും. പക്ഷെ അപ്പോൾ ബസ് പൊയ്ക്കാളും, വാഹനങ്ങൾ അതിൽ നിന്നും പൊയ്ക്കാളും. അപ്പോൾ സമരം വിജയിക്കൂല. എന്താ ഇവിടെ ഒരു ബ്ലോക്ക് എന്ന് എല്ലാവരും ചോദിക്കണം. അത് ഇന്ന കൂട്ടരെ സമരമാണോലോ, ഒരു ജാഥ പോണുണ്ടോലോ, എത്ര ആളുണ്ട് എന്നൊന്നും നിങ്ങൾ ചോദിക്കണ്ട, എന്തിനാന്നും ചോദിക്കണ്ട. അവിടെ സമരം നടത്തുവാനുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയിലെ സ്വാതന്ത്ര്യം മിസ്യൂസ് ചെയ്യുന്നു, ദുരുപയോഗപ്പെടുത്തുന്നു. ഞാൻ പറയുന്നത്, ജനാധിപത്യം വന്നാൽ സ്വസ്ഥതയും സമാധാനവും കൈവരിക്കാനാകുമെന്ന് വിചാരിച്ചിടത്ത് തെറ്റി. ആളുകൾക്കെവിടെ ആ സ്വാതന്ത്ര്യം കൊണ്ട് സമാധാനം കിട്ടി? ഇല്ല. എന്നാൽ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നാട് ഭരിക്കുമ്പോൾ വളരെ സംതൃപ്തിയോട് കൂടിയിട്ട് അദ്ദേഹം ഒരു ഈത്തപ്പൻ്റെ ചോട്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ചെറിയ സ്റ്റിക്ക് ഉണ്ടല്ലോ, അത് തലക്കും വെച്ചിട്ട് ആ ഈത്തപ്പൻ്റെ ചോട്ടങ്ങനെ കിടന്നുറങ്ങുക. ഒരു അനിഷേധ്യനായ ഭരണാധികാരിയെക്കുറിച്ച് അയൽ രാജ്യങ്ങളിലൊക്കെ കേട്ടപ്പോൾ അയൽ രാജ്യത്ത് നിന്ന് അവിടുത്തെ രാജാവ് പറഞ്ഞയച്ച ദൂതൻ വന്ന് അന്വേഷിച്ചു. ഇവിടെ നാട് മുഴുവൻ വിറപ്പിച്ച നീതിമാനായ ഒരു ഭരണാധികാരി ഉണ്ടല്ലോ,
ആ ഭരണാധികാരിയെ ഒന്ന് കണ്ടു കിട്ടാൻ അദ്ദേഹത്തിൻ്റെ കൊട്ടാരം എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, ചിരിച്ചിട്ട് പറഞ്ഞു, മൂപ്പർക്ക് കൊട്ടാരമൊന്നുമില്ല, മൂപ്പർക്കും ഞങ്ങളെ മാതിരി ഒരു കുടിൽ തന്നെയാണ് ഉള്ളത്. അത്ഭുതപ്പെട്ടുപോയി. കൊട്ടാരമില്ലാത്ത രാജാവ്, ചെങ്കോലും കിരീടവുമില്ലാത്ത ഒരു രാജാവ്, സിംഹാസനത്തിൽ ആസനസ്ഥനാകാത്ത ഒരു രാജാവ്, അല്ലാത്തൊരു പുതുമ. അതൊക്കെയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കിട്ടുന്ന വിവരങ്ങൾ. അവസാനം ചോദിച്ചു, ശരി അയാളുടെ കുടിലുണ്ടാവുമോ? അപ്പോൾ അവർ പറഞ്ഞു, ഈ നേരത്ത് കുടിലുണ്ടാവൂല, ആൾക്കാരൊപ്പം എന്തെങ്കിലുമൊക്കെ സേവനങ്ങളും ചെയ്തിങ്ങനെ അങ്ങാടി കൂടി നടക്കുന്നുണ്ടാവും, എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, ഇവിടെ എവിടെയെങ്കിലും തന്നെ തിരഞ്ഞാൽ കാണും, അന്വേഷിച്ചാൽ മതി പറഞ്ഞു. അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ആ ഈത്തപ്പൻ്റെ ചോട്ട് ഒന്ന് മയങ്ങണുണ്ട് ആള്. നോക്കണം നിങ്ങൾ, ഈത്തപ്പനച്ചോട്ടിൽ കിടന്നുറങ്ങുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ ഈ അയൽപ്പക്കത്തെ രാജാവിൻ്റെ ദൂതൻ വന്നിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, യാ ഉമർ, നാട് മുഴുവൻ വിറപ്പിച്ച ഈ അയൽ രാജ്യങ്ങളിലൊക്കെ താങ്കളുടെ നീതിനിഷ്ഠയുടെ അതുപോലെ തന്നെ സൽഭരണത്തിൻ്റെ സൽകീർത്തി പ്രചരിച്ച താങ്കൾ അദൽത്ത, താങ്കൾ നീതി പാലിച്ചു, ഫ അമിൻത, അതുകൊണ്ട് തന്നെ താങ്കൾ നിർഭയനായി, ഫ നിംത, അങ്ങനെ താങ്കൾക്ക് ഉറങ്ങാൻ പറ്റി. അദൽത്ത ഫ അമിൻത വ നിംത, താങ്കൾ നീതി പാലിച്ചു, അതുവഴി താങ്കൾ നിർഭയനായി. താങ്കൾ നിർഭയനായപ്പോഴോ ഫനിംത, താങ്കൾക്ക് ഈ ഈത്തപ്പൻ്റെ ചോട്ട് കിടന്നിട്ടും സുഖസുന്ദരായിട്ട് ഉറങ്ങാൻ പറ്റി. കൊട്ടാരങ്ങളിൽ കിടന്നിട്ട് ഉറക്കം വരാത്ത രാജാക്കന്മാരുണ്ട്. ഭൗതികമായ സുഖ സൗകര്യങ്ങൾ കൂടിയപ്പോൾ അവർക്ക് അവരുടെ ഉറക്കം നഷ്ടമാവുകയാണ് ചെയ്തത്. ഇവിടെയാണ് ഇസ്ലാം സംതൃപ്തമായ ജീവിതത്തിന് വരച്ചു കാണിക്കുന്ന ഒരു രൂപരേഖയുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ ആ കാര്യം നമ്മളെ ഉണർത്തുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ അധ്യായമായ സൂറത്തുൻ നഹലിലെ 97-ാമത്തെ വചനമാണ് ഈ പ്രസംഗത്തിൻ്റെ ആദ്യത്തിൽ ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, നിങ്ങളിൽ നിന്ന് ആര്, ആണാകട്ടെ പെണ്ണാകട്ടെ, ആർ സുഹൃതം ചെയ്തുവോ, വഹുവ മുഅ്മിൻ, ആ സുഹൃതം ചെയ്യാൻ ഒരു ഉപാധി കൂടെ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. നമ്മൾ ഏത് സുഹൃതം ചെയ്യുമ്പോഴും എങ്ങനെയാകണം? അത് ഈമാനോടുകൂടിയാകണം. പരിശുദ്ധ റമളാനിലെ നോമ്പ് നോറ്റ കൂലി പറഞ്ഞപ്പോൾ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടും. എങ്ങനെ? മൻ സോമ റമളാന ഈമാനൻ വഹ്തിസാബൻ, ഈമാനിന് അവിടെ പ്രാമുഖ്യമുണ്ട്. അചഞ്ചലമായ അള്ളാഹുവിലുള്ള വിശ്വാസത്തോടുകൂടി ഇതിന് പ്രതിഫലം കിട്ടണമെന്ന ആ പ്രതിഫല ഇച്ഛയോടുകൂടി ആഗ്രഹത്തോടുകൂടി നോമ്പ് നോറ്റ ആളിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുൻകഴിഞ്ഞ സർവപൂർവ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും. നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഇതേ പ്രയോഗിച്ച് മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, റമളാൻ മാസത്തിൽ വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി ആരാണോ നിന്ന് നമസ്കരിക്കുന്നത്, ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവൻ്റെ സർവ്വ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കും. അപ്പോൾ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടാൻ, നമ്മളുടെ അമലുകൾ സ്വീകരിക്കാൻ, അള്ളാഹുവിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടാൻ ഒക്കെ ഒരു ഉപാധി, ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. അതെന്താണ്? കറകളഞ്ഞ വിശ്വാസം വേണം, ഈമാനോടുകൂടിയായിരിക്കണം. സത്യവിശ്വാസികൾ സൽക്കർമ്മം ചെയ്യുന്നത് അങ്ങനെയാകണം. അങ്ങനെ ആണാകട്ടെ പെണ്ണാകട്ടെ മുഅ്മിനായിക്കൊണ്ട് ഒരാൾ ഏത് സൽക്കർമ്മം ചെയ്താലും ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, അങ്ങനെ ശരിയായ വിശ്വാസവും സൽക്കർമ്മവും അനുഷ്ഠിക്കുക വഴി ഒരു സത്യവിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സുഖ സന്തോഷപ്രദമായ ഒരു ജീവിതം പ്രദാനം ചെയ്യും.
വലനജിസിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്ത പ്രവർത്തനങ്ങളിലെ ഏറ്റവും ഉത്തമമായതിന് അനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യും. ആ പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. നമ്മളൊരാൾ പണിയെടുത്തിട്ട് കൂലി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിഫക്റ്റാ ആദ്യം തരിക. പണി എങ്ങനെ ഉണ്ടെന്ന് ഇങ്ങനെ നോക്കിയിട്ട് ആ കൂലി ഇങ്ങനെ കയ്യിൽ കൊടുക്കണതിന് മുമ്പായിട്ട് ഇങ്ങനെ ഇവിടെ എത്തിയപ്പോൾ കാട്ടിയത് മറ്റൊടത്തൊക്കെ ഉഷാറാണ് കാട്ടിയത്, ഇവിടെ ശരിയായിട്ടില്ല, ഇവിടെ എങ്ങനെ കണ്ട് ചെയ്യേണ്ടിയിരുന്നു, അത് മോശമായിപ്പോയി. ആ മോശം ഇങ്ങനെ ഒരു 4 മോശത്തരം പറഞ്ഞിട്ട് ഇന്ന് ഏതായാലും കണ്ടോ ആ കൊടുക്കണയിലുള്ളൊരു അതൃപ്തി. തിരിച്ചായിരുന്നു വേണ്ടത്. ഇത് ഒന്നും കൂടെ എങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ വളരെ ഉഷാറാകുമായിരുന്നു, നമുക്കൊന്നും കൂടെ ഒന്ന് ഉഷാറാക്കാം, ഇത് പോരെന്ന് ചോദിച്ചിട്ട് ആ സന്തോഷത്തോടു കൂടി കൊടുക്കണതിന് പകരം ആ സന്തോഷമില്ലായ്മ ആ കൊടുതിയിൽ. ഇനി ഒരാൾക്ക് ദാനധർമ്മം ചെയ്യുകയാണെങ്കിലും അങ്ങനെ തന്നെ ആ ഏറ്റവും തെരവ് നോക്കിയിട്ട് ഇന്നത് എനിക്ക് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ, അതന്നെയാണല്ലോ ശൈലി. എനിക്ക് വേണമെങ്കിൽ ഇതാണ് കൊണ്ടുപോയിക്കോ, മിക്കവാറും അവന് വേണ്ടി വരൂല, അത് ആ ജാതിയാണല്ലോ കൊടുത്തത്. അപ്പോൾ ഓൻ്റെ മനസ്സിലുണ്ടാവും ഇത് വേണമെങ്കിൽ നിങ്ങൾ തന്നെ അവിടെ വെച്ചോളിന്ന്, അല്ലെങ്കിൽ ആ തോട്ടിക്കണ്ട് വലിച്ചെറിഞ്ഞാളിന്നൊക്കെ ഉണ്ടാകും. പക്ഷെ പറയാനും പറ്റൂല, അതോടുകൂടി പിന്നെ കിട്ടുന്നത് ഇല്ലാതാവുമല്ലോ. മനല്ല മനസ്സോടാ വേണ്ടാത്ത കീടുന്നതോ ചീഞ്ഞതോ ആയ സാധനം ഓൻ കൊണ്ടുപോകാൻ നിർബന്ധിതനാകുകയാണ്. കൊടുക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെയല്ല കൊടുക്കാൻ പറഞ്ഞത്, സംതൃപ്തിയോടുകൂടി നല്ലീന്നാണ് കൊടുക്കാൻ പറഞ്ഞത് ഖുർആൻ. നമ്മളങ്ങനെയല്ല, നല്ലീന്നല്ല കൊടുക്കുക, നല്ലതിനുമല്ല പ്രതിഫലം കൊടുക്കുക. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കൂ നിങ്ങൾ, അങ്ങേയറ്റത്തെ ഔദാര്യവാനാ. അതുകൊണ്ട് തന്നെ പടച്ചോൻ പ്രതിഫലം കൊടുക്കൽ എങ്ങനെയാണ്? വലനജിസിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അല്ലാഹുവിൻ്റെ ദാസന്മാർ ചെയ്ത നല്ല പ്രവർത്തനങ്ങളുടെ തോതനുസരിച്ചാണ് പടച്ച തമ്പുരാൻ പ്രതിഫലം നൽകുക. അപ്പോൾ ഈമാനും അമലുസ്വാലിഹു ആണ് നമ്മളുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന ഘടകം. അതാണ് സന്തോഷത്തിൻ്റെ സ്രോതസ്സ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുക. ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ശണ്ട കൂടിയപ്പോൾ പുരുഷൻ പറഞ്ഞു ല ഉഷ്കയന്നക്കീന്ന്, എടി അന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുന്നു, വേണമെങ്കിൽ നമുക്ക് പീഡിപ്പിക്കുമെന്നും പറയാം, അതാണ് എളുപ്പം മനസ്സിലാകുന്ന ഭാഷ പതയിക്കണ്. പീഡിപ്പിക്കൽ തുറച്ചു നോക്കിയാലും പീഡിപ്പിച്ചു എന്നാ പറയാ. അതല്ല ഇപ്പുറത്തുനിന്ന് അങ്ങോട്ട് വളരെ സമ്മതപ്രകാരം തെറ്റിന് പ്രേരണ നൽകി ആ തെറ്റിൽ അകപ്പെട്ടിട്ട് അവസാനം ഇവനൊന്ന് വയലിക്കണമെന്ന് തോന്നുമ്പോഴും അപ്പോഴാണ് ഇത് നേരത്തെ ഇത്രയും കാലം ഇവിടെ നടന്ന് പീഡനേനു എന്ന് പറഞ്ഞിട്ട് പിന്നെ കേസ് കൊടുക്കൽ. അതുവരെ ഇത് പീഡനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. 8 കൊല്ലം വെച്ച് എന്നെ പീഡിപ്പിച്ചു എന്ന്. ഈ 7.25 കൊല്ലും കാത്തുക്കുന്നത് പീഡനാണോ അല്ലേന്ന് അറിയാൻ വേണ്ടി. ആവട്ടെ, ഞാൻ പറഞ്ഞത് ആ പീഡനത്തിൻ്റെ പത്രഭാഷയാണ്. ഇയാൾ പറഞ്ഞത് ഭാര്യയോടില്ല ഉഷ്ടി അന്നക്ക്, എന്നെ ഞാൻ പീഡിപ്പിക്കൂ അല്ലെങ്കിൽ എന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും എന്നാ പറഞ്ഞത്. അപ്പോൾ ഭാര്യ ഈമാനുള്ള പെണ്ണ, ഓള് വളരെ കൂളായിട്ട് പറഞ്ഞു ലാ തസ്തത്തിയോ അന്തഷ്കയന്, എന്നെ പീഡിപ്പിക്കാൻ, എന്നെ പരാജയപ്പെടുത്താൻ, എന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ പൊന്നാര മനുഷ്യങ്ങളെ കൊണ്ട് കഴിയൂലാന്ന്. അതിൽ ഇയാൾ ബേജാറായി. അപ്പോഴാണല്ലോ ബേജാറ് കൂടുക. പീഡിപ്പിക്കാനും കഴിയൂല വെച്ചാൽ അത് കഴിയൂലെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ചോദിച്ചു അതെന്താന്ന് ചോദിച്ചു. അപ്പോഴാണ് ഇപ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞത്. ഇന്നി അജിദു സആദത്തി ഫി ഈമാനി, നിങ്ങൾ വിചാരിച്ച ആളല്ല ഞാൻ. എൻ്റെ സംതൃപ്തി, എൻ്റെ സന്തോഷം, എൻ്റെ സുഖം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ നൽകുന്ന ഈ ആഭരണങ്ങളിലല്ല, നിങ്ങൾ എനിക്ക് നൽകുന്ന ഭൗതികമായ വിഭവങ്ങളിലോ സൗകര്യങ്ങളിലോ ഭക്ഷണ വസ്തുക്കളിലോ അല്ല. നല്ല സാരി എടുത്തൊന്നു എന്ന് വിചാരിച്ച് അതോടുകൂടി ജീവിത സുഖം കിട്ടി എന്ന് ഞാൻ വിചാരിക്കണില്ല. നല്ല ആഭരണം മേടിച്ചൊന്നു എന്ന് വിചാരിച്ച് എല്ലാ അർത്ഥത്തിലും ഞാൻ സംതൃപ്തിയായി എന്നല്ല. അതിലൊന്നും ഞാൻ എൻ്റെ സുഖവും സന്തോഷവും കണ്ടെത്തുന്നില്ല. മറിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ സംതൃപ്തിയും സന്തോഷവും ഫി ഈമാനി, എൻ്റെ ഈമാനിലാണ്. വ ഈമാനി ഫി ഖൽബി,
എൻ്റെ ഈമാൻ എവിടെയെന്നറിയോ? അതെൻ്റെ ഹൃദയത്തിലാണ്. വഖൽബി, എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താ? ലാ സുൽത്താന ലി അഹദിൻ അലൈഹി ഗൈറ റബ്ബി, എൻ്റെ റബ്ബിനല്ലാതെ ഒരാൾക്കും യാതൊരു സ്വാധീനവും ചെലുത്താൻ കഴിയാത്തതാണ് എൻ്റെ ഹൃദയം. ആ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഈമാനുമായി ബന്ധപ്പെട്ടതാണ് എൻ്റെ സന്തോഷം. അതുകൊണ്ട് ആ സന്തോഷത്തിന് ഭംഗം വരുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾ ഭൗതികമായി എങ്ങനെ മെനക്കെട്ടാലും ശരി എന്നങ്ങ് പറഞ്ഞപ്പോൾ ഇയാൾ അക്ഷരാർത്ഥത്തിൽ സ്തബ്ധനായിപ്പോയി. അപ്പം എന്നാൽ ഈ പെണ്ണുങ്ങൾക്കൊരു ധൈര്യം ഉണ്ടായിക്കോട്ടെ, ആരെങ്കിലുമൊക്കെ ബേജാറാക്കിയാൽ പോയി പണിയൊക്കാൻ പറയാം. എന്തേ? അതിന് ഈമാൻ വേണം, ഈമാൻ വേണം. ഈമാനുള്ള കൽബിലേക്ക് ചെറിയ ദുഃഖമൊന്നും കയറി ചെല്ലൂല. അതുകൊണ്ടാണ് ആ ജസീറത്തുൽ അറബിലെ മുഴുവൻ ശത്രു സഞ്ചയവും തങ്ങളെ വളഞ്ഞിട്ട് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലാതെ മദീനക്ക് ചുറ്റും ഒരു കിടങ്ങ് കീറിയിട്ട് വിശ്വാസികളൊക്കെ കൂടെ നഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിൽക്കുക. എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ ആ കിടങ്ങ് കെട്ടി ചാടി വരികയാണെങ്കിൽ അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ചെന്നിട്ട് അവരാണ്ട് അറ്റാക്ക് ചെയ്യുക. അല്ലാതെ എല്ലാ ശത്രു സഞ്ചയങ്ങളും കൂടെ ഒന്നിച്ച് മുസ്ലിം സൈന്യത്തെ വളഞ്ഞ് നിൽക്കുന്ന, മുസ്ലിങ്ങളെ വേരോടെ പിഴുതെറിയാൻ മെനക്കെട്ട് നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ പ്രതിരോധിക്കാൻ ഒരു മാർഗവുമില്ലാത്ത സന്ദർഭത്തിലാണ് ഈ കിടങ്ങ് കീറുക എന്നുള്ളൊരു ഐഡിയ അവിടെ വന്നത്. ആ യുദ്ധമാണ് അൽ അഹ്സാബ് എന്ന പേരിൽ ഖുർആൻ പരിചയപ്പെടുത്തിയത്. മുഴുവൻ കക്ഷികളും കൂടെ ചേർന്നിട്ട് സഖ്യകക്ഷികൾ മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണത്തിന് മുതിർന്ന ഒരു യുദ്ധം. പക്ഷേ വിശ്വാസികൾ ഭയപ്പെട്ടില്ല. കാരണം അവരെ കൽബിൽ ഈമാണ്ടായിരുന്നു. ഭൗതികമായി ഒരുപാട് സൗകര്യമുള്ളവരായിരുന്നില്ല അവർ. അവരെന്താ ചെയ്തെന്നറിങ്ങൾ? കടങ്ങൾ കുഴിച്ചു. കടങ്ങ് കുഴിക്കുന്നത് അങ്ങേ അറ്റത്തെ പ്രയാസത്തോടെ, വേണ്ടത്ര വെള്ളമില്ല, ഭക്ഷണമില്ല, വാഹനം ഏതായാലും ഒന്നുമില്ല, നാൽക്കാലികളല്ലാതെ, ഒട്ടകങ്ങളല്ലാതെ, കുതിരകളല്ലാതെ ആ കൊടും ചൂടിൽ നിന്ന് അവർ ഈ കിടങ്ങ് കുഴിക്കുമ്പോഴും അവർ പൂർണ്ണമായും സംതൃപ്തരായിരുന്നു. അവരുടെ മനസ്സിൽ നിന്ന് വന്ന കവിത അതാണ് സൂചിപ്പിക്കുന്നത്. അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സ്വല്ലൈനാ വഅൻസിലൻ സകീനതൻ അലൈനാ വസബ്ബിതിൽ അഖ്ദാമ ഇല്ലാ ഖൈനാ. അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ, പടച്ചതമ്പുരാനെ നിൻ്റെ അപാരമായ അനുഗ്രഹം ഞങ്ങൾക്ക് വന്നു കിട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും മാർഗദർശനം പ്രാപിച്ചവരാകുമായിരുന്നില്ല. അവർ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമായി സംതൃപ്തി അടയുന്ന, അവരുടെ സുഖത്തിൻ്റെ സ്രോതസ്സായി കാണുന്ന സംഗതി എന്താണ്? ആ ഹിദായത്താണ്. നിന്നിൽ നിന്നുള്ള അപാരമായ അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ മാർഗദർശനം പ്രാപിച്ചവരാകുമായിരുന്നില്ല. വലാ തസദ്ദഖ്നാ വലാ സ്വല്ലൈനാ, ഉള്ളതിൽ നിന്ന് ധർമ്മം ചെയ്യാനുള്ള ഒരു മനോഭാവം ഞങ്ങൾക്കുണ്ടാകുമായിരുന്നില്ല. വലാ സ്വല്ലൈനാ, കൃത്യമായി നിന്നെ ഓർത്തുകൊണ്ട് പ്രാർത്ഥന നിരതരായി നമസ്കാരത്തിൽ കഴിയാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. നിന്നെ മറന്ന ഒരു ജനവിഭാഗത്തിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ പെട്ടുപോകുമായിരുന്നു തമ്പുരാനെ. വഅൻസിലൻ സകീനതൻ അലൈനാ വസബ്ബിതിൽ അഖ്ദാമ ഇല്ലാ ഖൈനാ. അതുകൊണ്ട് സർവശക്തനായ അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിൽ നീ മനസ്സമാധാനം ഇട്ട് തരണം. ശത്രു സഞ്ചയത്തെ കാണുന്ന സന്ദർഭത്തിൽ ഒരിക്കലും അധൈര്യത്തോടെ പിന്മാറുന്ന ഭീരുക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തരുത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിന് നീ സ്ഥൈര്യവും ധൈര്യവും പകരണം. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ആ സത്യവിശ്വാസികളെ പ്രേരിപ്പിച്ചത് അവരുടെ കൽബിലുള്ള ഈമാന. അമലു സ്വാലിഹ് ഈമാനിനോടുകൂടി സംതൃപ്തമായ ജീവിതത്തിൻ്റെ ഘടകമായി
വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു. എവിടെയൊക്കെ ഈമാനിനെ പറ്റി പറഞ്ഞോ അവിടെയൊക്കെ അമലു സ്വാലിഹാത്തും കൂടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്തി എന്ന പ്രയോഗം ഖുർആനിലെമ്പാടും നമുക്ക് കാണാം. ഇല്ലല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഈ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ ഈമാനിനെയും അമലു സ്വാലിഹാത്തിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ്. എപ്പോഴും സത്യവിശ്വാസി തൻ്റെ സൗകര്യത്തിനനുസരിച്ച് സൽക്കർമ്മ നിരതനായി കഴിയണം. അഥവാ നന്മ ചെയ്യുന്ന പ്രകൃതമുള്ളവനാകണം വിശ്വാസി. ഒരിക്കലും തന്നെ കൊണ്ടൊരു തിന്മാണ്ടുണ്ടാകാൻ പാടില്ല. സംതൃപ്തി നമുക്ക് ലഭിക്കാൻ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ചില ഗുണങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത്. ഇഹ്സാൻ എന്ന് പറയുന്നത് ഈമാനും ഇസ്ലാമും പഠിപ്പിച്ച കൂട്ടത്തിൽ തന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സംഗതിയാണ്. മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരൂപം കൊണ്ട് സ്വഹാബികൾ മദീനപ്പള്ളിയിൽ പ്രവാചകൻ്റെ അടുത്തുനിന്ന് ദീൻ പഠിക്കാനിരിക്കുമ്പോൾ ഒരു അപരിചിതനായ ആൾ വന്നു. നമുക്കറിയാവുന്ന സംഗതിയാണ്. ഹദീസ് പണ്ഡിതന്മാർ ഹദീസു ജിബ്രീൽ എന്ന പേരിലാണ് ഈ ഹദീസ് പരിചയപ്പെടുത്തുന്നത്. എന്താ ഹദീസു ജിബ്രീൽ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരൂപം പൂണ്ടു വരിക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈമാനും ഇസ്ലാമും ചോദിച്ചറിഞ്ഞു. അതിൻ്റെ പിന്നാലെ ചോദിച്ച ചോദ്യമാണ് ഇഹ്സാൻ എന്താണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഇഹ്സാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. എല്ലാ അർത്ഥത്തിലും തന്നാലാകുന്ന നന്മ ചെയ്യുക എന്ന ആ ഇഹ്സാനിൻ്റെ വിശാലമായ മേഖല ഇതിൽപ്പെട്ടതാണ്. ഒരിക്കലും ഒരു സത്യവിശ്വാസി തന്നെ കൊണ്ട് ദ്രോഹമല്ല ചെയ്യേണ്ടത്. ഇസ്ലാമിൻ്റെ മുസ്ലിമിൻ്റെ നിർവചനം പറഞ്ഞ കൂട്ടത്തിൽ തന്നെ അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി. സ്വന്തം കയ്യിൻ്റെയും സ്വന്തം നാവിൻ്റെയും ഉപദ്രവത്തിൽ നിന്ന് തന്നാലാകുന്ന ഒരു ഉപദ്രവവും മറ്റുള്ളവർക്ക് ചെയ്യാതെ നന്മ മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരാളിനാണ് ശരിയായ ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിൽ മുസ്ലിം എന്ന് പറയുക. അങ്ങനെയാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അപ്പോൾ ആ ഒരു ഇഹ്സാനിൻ്റെ പ്രകൃതമാകണം ഈമാനും അമലും സ്വാലിഹും ഉള്ള ഒരു വിശ്വാസിയുടെ മനസ്സിൽ. അത് അവൻ്റെ ജീവിതത്തിന് സന്തോഷം പകരുന്ന കാര്യം. ദിക്റുള്ള ഇതിന് ഉപോത്ബലകമായി ഖുർആൻ എടുത്തു പറഞ്ഞ ഒരു സംഗതിയാണ്. എപ്പോഴും പടച്ചതമ്പുരാനെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടായിരിക്കുക ഒരു വിശ്വാസിക്ക്. അപ്പോഴാണ് തനിക്ക് നൽകിയ നിഅമത്തിനെ നിഅമത്തായി കാണാൻ വിശ്വാസിക്ക് സാധിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകിയ നിഅമത്തിനെ നിഅമത്തായി കാണുമ്പോഴാണ് താൻ അനുഭവിക്കുന്ന ആ നിഅമത്ത് നൽകിയ ആളിനെ ഓർക്കുക. കണ്ണില്ലാതാവുമ്പോഴേ കണ്ണിൻ്റെ നേട്ടത്തെക്കുറിച്ച് ഗുണത്തെ അറിച്ച് ഒരാൾക്ക് അറിയാൻ കഴിയുള്ളൂ. ഒരു വിരലൊന്ന് വെച്ചുത്തിയാൽ മതി, ഓൻ്റെ നടത്തത്തിന് ഒരു കോറുങ്കട് വന്നു. അതുവരെയുള്ള നടത്തമല്ല, എന്തേ ഒന്നും പറ്റിയിട്ടില്ല, 10 വിരലുണ്ട്, അതിൽ ഒരു വിരലേ കുത്തിയിട്ടുള്ളൂ, പക്ഷേ ഓൻ്റെ നടത്തത്തിൽ പിന്നെ ഒരു ദുർനടപ്പ്. എന്തേ പറ്റിയെന്ന് എല്ലാവരും കണ്ടവരൊക്കെ അത് ഒന്ന് കുണ്ടിച്ചാടിയതാണ്, അല്ലെങ്കിൽ ഒന്ന് വെച്ച് കുത്തിയതാണ്. വളരെ സിമ്പിളായ സംഗതി, പക്ഷേ ഓൻ്റെ സുഖം മുഴുവൻ കഴിഞ്ഞു. ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പോൾ അനുഭവിക്കുന്ന ആ സുരക്ഷിതത്വത്തെക്കുറിച്ച്, ആ നന്മയെക്കുറിച്ച്, നേട്ടത്തെക്കുറിച്ച് വിശ്വാസി എപ്പോഴും ഓർക്കണം. അപ്പോഴേ മനസ്സിന് സന്തോഷം ഉണ്ടാവുകയുള്ളൂ. ഒരു രാജാവ് ഒരു കടൽ യാത്രക്ക് നിശ്ചയിച്ചു. അങ്ങനെ അതിന് വേണ്ടിയിട്ടൊരു വഞ്ചിയൊക്കെ ഏർപ്പാട് ചെയ്തു. ചക്രവർത്തി അതിൽ കയറി, ഭൃത്യനെയും കൂട്ടി. ഭൃത്യൻ ഒരു മഹാസാധുവാണ്. ഉണ്ടായാരെ വഞ്ചി കയറിയിട്ടില്ല, അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ സഞ്ചരിച്ചിട്ടുമില്ല, വേണ്ടത്ര നീന്തും അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ വഞ്ചിയിലുണ്ട് കയറിയതോടുകൂടി ഇവൻ്റെ മട്ടും ഭാവമൊക്കെ മാറി. ഇവൻ ഹലാക്കിൻ്റെ ബേജാറ് എന്ന് മാത്രമല്ല കരച്ചിൽ. നമ്മളെ നാടൻ ശൈലി പറഞ്ഞാൽ ചാക്കുലോളി, ഹലാക്കിൻ്റെ നുലോളി.
രാജാവിൻ്റെ ഈ യാത്ര മുഴുവൻ, ആ സന്തോഷം മുഴുവൻ പോകുന്ന കോലത്തിലുള്ള പെരുമാറ്റമായിപ്പോയി വൃത്യൻ്റേത്. ഇവന് ഇവിടെ കിടന്നിട്ട് ഈ തോണി കിടന്നിട്ട് നുലോളിയോട് നുലോളി, നിവൃത്തില്ല. അവസാനം കൂട്ടത്തിൽ പണ്ഡിതനുണ്ടായിരുന്നു. ആ പണ്ഡിതൻ പറഞ്ഞു, നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഇവൻ്റെ കരച്ചിൽ ഞാൻ നിർത്തി തരാറുണ്ട്. ഇവൻ എന്ത് പറഞ്ഞിട്ട് സമാധാനിക്കാൻ കഴിയണില്ല. ഇവന് എങ്ങനെ ഇതിന്ന് രക്ഷപ്പെടണം, ഈ തോണിയിലുള്ള യാത്ര ചെയ്തുകൂടാൻ തന്നെ. അവസാനം ഈ പണ്ഡിതൻ പറഞ്ഞു, ചക്രവർത്തി അനുവദിക്കുകയാണെങ്കിൽ ഇവൻ്റെ കരച്ചിൽ ഞാൻ മാറ്റിത്തരാമെന്ന് പറഞ്ഞു. നിങ്ങളൊന്നും മിണ്ടാണ്ട് അവിടെ ഇരുന്നാൽ മതിയായിരുന്നു. ആയിക്കോട്ടെ, വലിയ ഉപകാരമായിരിക്കും എന്നാണ് അജ്ജാതി ചാക്കൊല്ലുള്ളില്ലെന്ന് വിളിച്ചിട്ടുണ്ട്. വലിയ ഉപകാരമായിരിക്കും പണ്ഡിതൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പണ്ഡിതൻ എന്താ പറഞ്ഞു അറിയങ്ങൾ, ഒരാഹ്വാന ഈ കരച്ചിൽ നടത്തുന്ന ഈ വൃത്യനെടുത്ത് എത്രയും പെട്ടെന്ന് കടലിൽ എറിയൂന്ന്. കൂടെയുള്ള തോഴന്മാരെന്ത് ചെയ്തു എന്നറിയങ്ങൾ, പാറേണ്ട താമസപരൊക്കെ ഈ നൊലോളി കേട്ട് ഇടങ്ങാറായി നിൽക്കുകയാണ്. എടുത്തുകാണ്ട് തീ കണ്ടിട്ട് എടുത്താണ്ട് ഇട്ടപ്പോഴും ഇവനിങ്ങനെ ആ ചാക്രാന്തം വലിയിലിങ്ങനെ താകുന്നു പൊന്തുന്നു ഒക്കെ കണ്ടപ്പോൾ പണ്ഡിതൻ പറഞ്ഞു, ഇനി പിടിച്ചിങ്ങോട്ട് കന്നടിയായിരുന്നു. ഒരു 4 ഇറക്ക് വെള്ളം അങ്ങോട്ട് ചെന്ന് ഇവനിങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ നെറുക്ക് വന്നിട്ട് അവസാനം മുങ്ങി പൊന്തുന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ ഓനെ പിടിച്ചിട്ട് വഞ്ചിക്ക് ഇങ്ങോട്ട് തന്നെ ഇട്ടു. പിന്നെ ഓൻ നൊലോളിച്ചിട്ടില്ല. ഓൻ്റെ കരച്ചിൽ മാറി. കാരണം എന്തേ, ആ ഇളകി മറിയുന്ന കടലിൽ തനിക്ക് രക്ഷ നൽകുന്ന കവചമാണ് ഈ നൗക എന്ന്, അല്ലെങ്കിൽ ഈ തോണി എന്ന തിരിച്ചറിവ് ഇവനെടുത്തുകാണ്ട് പുറത്ത് കിട്ടപ്പോൾ അവനുണ്ടായത്. ഞാനൊരു സുരക്ഷിതമായ സ്ഥാനത്താണ് ഇപ്പോൾ ഈ തോണിയിൽ ഇരിക്കണെന്നുള്ള ബോധം അപ്പോഴേ വന്നുള്ളൂ. അതുവരെ ഇവൻ കടലിക്ക് നോക്കിയിട്ടാണ് ഒലിച്ചത്. പഠിച്ചോനായിക്കെങ്ങാനും അങ്ങോട്ട് ചാടി എന്താകും സ്ഥിതി. ഇവൻ ഇരിക്കുന്നത് ഒരു സുരക്ഷിതമായ സ്ഥാനമാണ്, ഒരു വലിയ അനുഗ്രഹമാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ഇവന് സാധിക്കുന്നില്ല. മനുഷ്യൻ്റെ സന്തോഷം കെടുത്തുന്ന, മനുഷ്യന് അസംതൃപ്തി പ്രദാനം ചെയ്യുന്ന ഒരു ഘടകം ഇതാണ്. ആധുനിക യുഗത്തിൽ വളരെ പ്രസക്തമായ ഒരു വിഷയമാണിത്. ഉള്ളതിൽ സംതൃപ്തി അടയാനുള്ള മനുഷ്യൻ്റെ ഈ തൻ്റെ ഇടമില്ലായ്മ. അതാണ് ഇന്ന് ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം. ഇല്ലാത്തവരല്ല, എല്ലാവർക്കും ഉണ്ട് അത്യാവശ്യം. ഇന്ന് പണ്ടത്തെ മാതിരി പട്ടിണി കിടക്കുന്നവരില്ല, പ്രയാസപ്പെടുന്നവരില്ല. പ്രയാസമില്ലാത്തോണ്ടുള്ള കുറച്ച് പ്രയാസങ്ങൾ ഉണ്ട് എന്നുള്ള ഒഴിച്ചാൽ ഒരു പ്രയാസം ഇല്ലായിട്ടുണ്ടല്ലോ. ആകെ കൂടെ പ്രയാസപ്പെട്ട് ഇങ്ങനെ നടക്കണ കുറച്ച് ആൾക്കാരുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ പണ്ടത്തെ പോലെയുള്ള ദുരിതങ്ങളും വിഷമങ്ങളും ഇല്ല. എപ്പോഴും അനുസ്മരിക്കാറുണ്ട്. പണ്ടൊക്കെ ചക്ക, പ്ലാവുമുള്ള ചക്ക കളവ് ചെയ്യുന്നു. ഇപ്പം ചക്ക കളവ് പോകാറില്ല. അഥവാ ചക്ക ആരെയും കട്ടുണ്ടായാൽ കട്ടുണ്ടോയാനോ കണ്ടുപിടിച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒന്നും അവൻ്റെ കീശിട്ട് കൊടുക്കും. ഈയാണല്ലേ ആ ചക്ക കൊണ്ടുപോയത്, അതിങ്ങനെ അവിടെ ചാടിക്കിടന്ന് ഈച്ചും കൊത്തളങ്ങും അറുത്തിട്ട് ഇനി ഇങ്ങനെ ഒരു ഇടങ്ങാറാകാൻ ബാക്കിയുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഓൻ ആ ചക്ക ഇനി ഇട്ട് കൊണ്ടാകാനുള്ള ഒരു പ്രോത്സാഹനം. ഒരു മലയാള പത്രത്തിൽ ഫ്രണ്ട് പേജിൽ വന്ന ഒരു ന്യൂസ് എപ്പോഴും ഓർക്കാറുണ്ട്. ചക്ക വീണിട്ട് ഒരു സാധു മരിച്ച കഥ. ചക്ക തലീക്ക് വീണു. എന്താ ചെയ്യുക? ചക്കനെ കുറ്റം പറയാൻ പറ്റുമോ? ചക്കക്ക് നിലത്തേക്കല്ലേ ചാടാൻ പറ്റുള്ളൂ, മാനത്ത് കാണ്ട് പോകാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ചക്ക ചാടിയ സമയം ശരിയായില്ല. അപ്പോഴാണ് ഇവൻ്റെ നിർദ്ദല അതിൻ്റെ ചോട്ടുണ്ടായത് എന്നുള്ളതാണ് ഓൻ മരിക്കാനിടയായത്. ഓനും കുറ്റം പറയണ്ട, ചക്കനെയും കുറ്റം പറയണ്ട. പക്ഷേ ആ ഒരു വിശിഷ്ടമായ ഭക്ഷണം നമുക്ക് ഇന്ന് ആവശ്യമില്ലാതായിരിക്കുന്നു. അത് കളവ് പോകുന്ന ഒരു കാലുണ്ടായിരുന്നു അല്ലേ? ഇന്ന് എല്ലാവരും സുഖലോലുപരാ. പക്ഷേ നമ്മളൊക്കെ അസ്വസ്ഥരാകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ അനുഭവിക്കുന്ന ഈ സുഖസൗകര്യങ്ങളെക്കുറിച്ചുള്ളൊരു ബോധ്യം, ഒരു ഉള്ളതിലുള്ള ഒരു ആത്മസംതൃപ്തിയുടെ കുറവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫി സിർബി മുആഫൻ ഫി ജസദി ഇൻദഹു ഖൂതു യൗമി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ ബിഹദാഫിരിഹാ. ഒരു മനുഷ്യന് അന്ന് കഴിക്കാനുള്ള ഭക്ഷണം അവൻ്റെ കയ്യിലുണ്ട്. അന്ന് കഴിക്കാനുള്ള ഭക്ഷണം കേട്ടോ. ഞമ്മക്കും നമ്മളെ കുട്ടികൾക്കും മാത്രമല്ല, ഇനിയിപ്പോൾ കുട്ടികളെ എങ്ങനെ ജീവിക്കുക എന്ന് ആലോചിച്ചിട്ട് ബേജാറാകണ എത്ര മനുഷ്യന്മാരുണ്ടെന്ന് അറിയുങ്ങൾ. ഭാവിയിൽ കുറേ കണ്ട് കഴിയുമ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മളെല്ലാ പരിപാടിയും ചെയ്യൽ. അതിൻ്റെ പേരിലാണ് ഒരുപാട് വിഷമങ്ങൾ നമ്മൾ ഉണ്ടാക്കി തീർക്കൽ.
ഓക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾക്ക് തലചായ്ക്കാനുള്ള ഒരു ഇടം, മൻ അസ്ബഹ മിൻകും ആമിനം ഫി സിർബി, അവൻ ആ കിടന്നിറങ്ങുന്നിടത്ത് നിർഭയനായി കിടന്നിറങ്ങാനുള്ള ഒരു കൂര, ഒരു അഭയ കേന്ദ്രം അവനുണ്ട്. മുആഫൻ ഫീ ജസദി, അവൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കുവാനുള്ള ശാരീരികമായ സൗഖ്യവും ഒരു മനുഷ്യനുണ്ട് എങ്കിൽ, അതുപോലെ തന്നെ അന്ന് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടെങ്കിൽ, ഫകഅന്നമാ ഹിസത് ലഹു ദുനിയാ ബിഹദാഫിരിഹാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദുനിയാവ് മൊത്തം അവന് കിട്ടിയ മാതിരിയാണ്. ദുനിയാവ് മൊത്തം കിട്ടിയ ഒരു സുഖാനുഭൂതിയാണ് അവൻ അനുഭവിക്കേണ്ടത്. അതുകൊണ്ടാണ് ഉണങ്ങിയ കാരക്കയും പച്ചവെള്ളവും കുടിച്ചിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മനസ്സ് നിറഞ്ഞുകൊണ്ട് അള്ളാഹുവെ സ്തുതിച്ച് പ്രാർത്ഥിച്ചത്. ഒരു 4 കൂട്ടാൻ അങ്ങനെ വെച്ചാൽ ആ കൂട്ടാനൊക്കെ ഒന്ന് തോണ്ടി നോക്കിയിട്ട്, ആരെതുണ്ടാക്കി, ആദ്യം ഇതങ്ങനെ ഉണ്ടാക്കി, എന്തിനിപ്പോൾ ഇതുണ്ടാക്കി, എന്തേ മറ്റേതുണ്ടാക്കി കൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നവന് ആ ഉള്ള കൂട്ടാനിലൊന്നും സംതൃപ്തനല്ല. അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി അവൻ ആസ്വദിക്കുന്നില്ല. ഇതാണെന്ന് അനുഭവിക്കുന്ന പ്രയാസം. ഒരുപാട് സുഖസൗകര്യങ്ങൾക്ക് നടുവിൽ നമ്മൾ അസംതൃപ്തരായി കഴിഞ്ഞുകൂടുന്നു. ഉള്ളതിൽ സംതൃപ്തി അടയാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ വിശ്വാസിക്ക് വേണ്ടത് ഇഖ്നാ ആണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇദാ മാ കുന്ത ذا قلب قنوع فأنت ومالك الدنيا سواء. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉള്ളവനും ഒന്നുമില്ലാത്ത ഈയും സമാനോടോന്ന്. എമ്പാടും ദുന്യാവുള്ളവനും സമാണ്, ഇല്ലാത്തവനും സമാണ്. ദുന്യാവ് ഉണ്ടായിട്ട് ഉള്ളിൽ അസംതൃപ്തനായി കഴിഞ്ഞുകൂടുന്ന മനുഷ്യന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ വിചാരിക്കും അവിടെ നല്ല സുഖമെന്നല്ല, ഒരു സുഖമില്ല. കാരണം ഉള്ളിൽ സംതൃപ്തി ഇല്ല. എന്നാൽ ആ ചമ്മന്തിയും കഞ്ഞിയും ഒരു ചേമ്പും കൂട്ടാൻ, അല്ലെങ്കിൽ ഒരു മുരിങ്ങാക്കായിൻ്റെ കറി, ഒരു ഉണക്കലിയും പൊരിച്ചത്, അതിനൊക്കെ ഉണ്ടല്ലോ നമ്മളെ വളരെ നാടൻ വിഭവങ്ങൾ എന്ന് പറയുന്ന അതൊക്കെയാണ് കഴിച്ചിട്ട്, അതല്ലെങ്കിൽ ഒരു ചൂടുള്ള കഞ്ഞിയും ഒരു ചമ്മന്തിയും കഴിച്ചിട്ട് ഒന്നുകൊണ്ട് വിയർക്കുമ്പോൾ എന്തൊരു റാഹത്ത്. ഈ കോഴി ബിരിയാണി ഇന്നോനേക്കാൾ റാഹത്ത് കിട്ടുകയാണ് ഈ ഒരു കുത്തുവിഞ്ഞാണം കഞ്ഞി കുടിച്ചോനെ. മനസ്സമാധാനത്തോടു കൂടി ഒരിറക്ക് കഞ്ഞി കുടിക്കാനുള്ള ഒരു വക ഉണ്ടെങ്കിൽ എന്തൊരു റാഹത്താണ്. എമ്പാടും ഇഷ്ടഭോജ്യങ്ങൾ കഴിച്ചിട്ട് വയറ് സ്തംഭനാവസ്ഥയിലെത്തുമ്പോൾ അതൊന്ന് ദഹിച്ചു കിട്ടാൻ വേണ്ടി മാരകമായ രൂപത്തിലുള്ള വസ്തുക്കൾ ചേർത്ത, രാസവസ്തുക്കൾ ചേർത്ത പാനീയങ്ങൾ കുടിച്ചിട്ട് അവസാനം ഒന്ന് നീണ്ടു നിവർന്ന് നടക്കാൻ പാടുപെടുന്ന മനുഷ്യനുണ്ടല്ലോ. കോലകളും പെപ്സികളും അതുപോലെ തന്നെ അതുപോലെയുള്ള ഒരുപാട് പാനീയങ്ങളുണ്ട്. എന്തിനാവോ അതൊക്കെ കൂടെ അടിച്ചു കയറ്റണത്? തിന്നത് ലേശം അധികമായിപ്പോയി, നിവൃത്തില്ല, നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഇവൻ ഇതൊക്കെ കുടിക്കേണ്ടി വരികയാണ്. അവൻ അസ്വസ്ഥനാ, മറ്റോൻ്റെ റാഹത്ത് ഇവന് കിട്ടണില്ല. അടിച്ചു കയറ്റിയതൊക്കെ എത്രയോ വിലപിടിപ്പുള്ള വസ്തുക്കളാണ്, പക്ഷേ അതൊക്കെ അവൻ്റെ ശരീരത്തിന് ദോഷമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉണ്ട്, പക്ഷേ ഉള്ളതിൽ സംതൃപ്തി ഇല്ലെങ്കിൽ അവിടെ സന്തോഷം ഉണ്ടാകൂല. അതുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇലാ ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും. സംതൃപ്തി കൈവരാൻ പറ്റിയ ഒരു മാർഗ്ഗം റസൂലുള്ള പറഞ്ഞു തരിക. ജീവിത സംതൃപ്തി കൈവരിക്കാൻ എന്താ വേണ്ടത്? താഴെയുള്ളവരിലേക്കാണ് നോക്കേണ്ടത്. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും, മേലുള്ളവരിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്. ഫഇന്നഹു അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. അള്ളാഹു നിങ്ങൾക്ക് തന്ന നിഅമത്തിനെ നിസ്സാരമായി കാണാതിരിക്കാൻ ഏറ്റവും നല്ല ഉപാധി, ഒരു മാർഗം എന്താണ്? എപ്പോഴും താഴെയുള്ളവരിലേക്ക് നോക്കുക. നമുക്കൊരു ഓടിട്ട പെരെങ്കിലും ഉണ്ട്, മറ്റവൻ്റെ പെര കണ്ടാലെന്താ? അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. എന്നാൽ ഈ ഓടിട്ട പെരോ മറ്റവൻ്റെ ആ വാർപ്പിൻ്റെ പെര ഇങ്ങനെ നോക്കിയിട്ട് ഓനെന്തോ ഒരു ഷോത്തിലാ, അവിടെ ഇങ്ങനെ ആ നിലത്ത് പതിച്ചിരിക്കണ ആ മാർബിളൊക്കെ കണ്ടില്ലേ, എന്താ അതിൻ്റെ രസം. മാർബിൾ വച്ചോ ഒന്ന് മാറ്റിയിട്ടൊന്ന് ഗ്രാനൈറ്റ് ആക്കണമെന്ന്. ഞാൻ അതിൻ്റെ മേലെ എന്തെങ്കിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഏതായാലും ആവട്ടെ, ഞാൻ പറഞ്ഞിരുന്നുള്ള സുഖം നമുക്ക് അനുഭവിക്കാൻ കഴിയണം.
എപ്പോഴും മേലുള്ളവൻ്റെ ആ സുഖം നോക്കിയിട്ട് നമ്മൾ അനുഭവിക്കുന്ന സുഖം അനുഭവിക്കാൻ കഴിയാതെ നമുക്ക് പോകരുത്. അതുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾക്ക് എപ്പോഴും നല്ലത് മേലക്ക് നോക്കിയിട്ട് അസ്വസ്ഥരാകില്ല. നമ്മളെ വയറുവേദനയ്ക്ക് കാരണം എന്താ വെച്ചാൽ മറ്റോൻ്റെ സുഖ. നമ്മളെ നെറ്റിക്ക് ഒരു ചുളിവ് അധികം വീണത് എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റോൻ്റെ സുഖം കണ്ടിട്ടാണ്. നമ്മളെ സോക്കേടുകൊണ്ടല്ല, അത് നമുക്ക് അഡ്ജസ്റ്റബിളാണ്. പക്ഷെ അവിടെ അത് കിട്ടിയിക്കണ്, ഓൻ ഇങ്ങനെ കിട്ടിയിക്കണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളാണ് ബേജാറാകണം. തന്നെ അതും കിട്ടിയോ, പായം വല്ലാത്തൊരു സാധനം. അക്കോലത്തിലാണ് അതിൻ്റെ പ്രതികരണം. ശരി, ഖൈർ കിട്ടട്ടെ, നമ്മളെത്തില്ലെങ്കിലും ചെന്ന് ചോദിച്ചു നോക്കാലോ. ആ രൂപത്തിൽ മറ്റവൻ്റെ അനുഗ്രഹത്തിൽ സന്തോഷം രേഖപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സംതൃപ്തി ലഭിക്കാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു സംഗതി അതാണ്. നമുക്ക് അത്യാർത്തിയാണ്, ഈ ഗ്രീഡി ആകാൻ പാടില്ല എന്ന്. വല്ലാതെ മമ്പറന്തങ്ങൾ അദ്ദേഹത്തിൻ്റെ ദുറുൻ നഫായിസ് എന്ന് പറയുന്ന പിന്നെ ആ കവിതയിൽ 4 പക്ഷികളുടെ സ്വഭാവം ഒഴിയാൻ പറഞ്ഞിട്ടുണ്ട്. അർബഅതം മിനത്തുയൂരി തൈറു താഊസുനാദികുൻ ഖുറാബുൻ നസ്റു കിബ്റും വശഹ്വതും വഹിർസുൻ വൽഉജുബ് വഹാദിഹി അഖ്ലാഖു അസ്ഹാബിൽ കദിബ്. 4 പക്ഷികളുടെ സ്വഭാവം വിശ്വാസികളുടെ സമൂഹം കൈയൊഴിക്കണം. അർബഅതം മിനത്തുയൂരി തൊയ്യിറു, അമ്പറന്നങ്ങൾ പഠിപ്പിക്കുക. 1 താഊസുന, 1 നമ്മളുടെ ദേശീയ പക്ഷിയായ താഊസ്, മയിലിൻ്റെ സ്വഭാവം ശരിയല്ല. മയിലിനുള്ളത് കിബ്ര. ഞാൻ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ആളെന്ന് എല്ലാവർക്കും ഒന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. പിന്നെ ആ രംഗത്തായി മത്സരം മുഴുവൻ. സമൂഹത്തിൽ ഇന്നത് അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദീക്കുൻ, താഊസുന ദീക്കുൻ, താഊസ് കഴിഞ്ഞാൽ പിന്നെ ദീക്കാണ്. ദീക്ക് ഒരു അമിതമായ സുഖഭോഗത്തിൻ്റെ പിന്നാലെയാണ്. പത്രങ്ങളിൽ ചില പരസ്യങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്കത് ബോധ്യപ്പെടുന്നു. അമിതമായ സുഖഭോഗങ്ങളുടെ പിന്നാലെ, അവിഹിതവും അഹിതവും അമിതവുമായ സുഖാസ്വാദനങ്ങളുടെ പിന്നാലെയുള്ള മനുഷ്യൻ്റെ പരക്കം പാച്ചിൽ വളരെയേറെ മനുഷ്യനെ അസംതൃപ്തനാക്കി മാറ്റിയിട്ടുണ്ട്. ആ കോഴിയുടെ, പൂവൻ കോഴിയുടെ സ്വഭാവം ശരിയല്ല. മറ്റൊന്ന് കാക്കയുടെ സ്വഭാവം. കാക്കൻ്റെ സ്വഭാവം എന്താണെന്നറിയുന്നത്? ഹിർസാണ്, അത്യാർത്തി. നല്ല ഭക്ഷണം കാക്കക്ക് കൊടുത്തു നോക്കി, അത് കഴിഞ്ഞാൽ അപ്പുറത്തെ ഊജാലിൽ പോയിട്ട് എന്ന് പറഞ്ഞാൽ അവിടെയും ചെന്ന് വീഴും, അവിടെയും ഒന്ന് കൊത്തിപ്പറിച്ചു. ഞാനിപ്പോൾ എമ്പാടും ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കണം, എനിക്ക് ഞാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒരു കാക്കി ഇരിക്കൂല. കാക്ക എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ, തലികെട്ടിട്ടിയ കാക്കന്നെ കാക്കച്ചീന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ രൂപത്തിൽ കാക്കക്ക് ഹെർസ് കൂടുതലാണ്. മനുഷ്യനും അങ്ങനെ തന്നെ. ആ ഹെർസോണ്ടാണ് മനുഷ്യൻ ഇന്ന് ഈ രൂപത്തിൽ. തഫ്സീറുകളിലൊക്കെ രേഖപ്പെട്ട ഒരു കഥയും കൂടെ ഉണ്ട്. ഞാൻ കഥ അവസാനിപ്പിക്കുകയാണ്, കഥ പറയാൻ പറ്റിയ നേരമല്ല. പിന്നെ ഒരു മനുഷ്യനെ ഒരു സിംഹം ഓടിക്കുകയാണ് ഒരു മരുഭൂമിയിലൂടെ. അങ്ങനെ ഓടിച്ചിട്ട് അവസാനം പ്രാണരക്ഷാർത്ഥം ഇയാൾ ചെന്നിട്ട് ഒരു പൊട്ടക്കിണറ്റിൽ ചാടുകയാണ്. പൊട്ടക്കിണറ്റിൽ ചാടുമ്പോൾ ഇയാൾക്ക് നല്ലൊരു പിടിവള്ളി കിട്ടിയതുകൊണ്ട് അയാൾ ആ പിടിവള്ളി പിടിച്ചിട്ട് അതിമങ്ങനെ നിന്നു. അപ്പോഴേക്ക് സിംഹം ഇയാളുടെ അടുത്തെത്തി. വാ പൊളിച്ചു നിൽക്കുന്ന സിംഹം. അടിയിലേക്ക് ഇയാളിങ്ങനെ നോക്കി, കിണറ്റിൻ്റെ അടിക്ക് കൊഴിഞ്ഞാടുകയാണെങ്കിൽ എന്താ സ്ഥിതി എന്നറിയാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഉഗ്ര വിഷമുള്ള ഒരു സർപ്പം അങ്ങനെ പത്തി വിടർത്തി എന്നിട്ട് കൊഴിഞ്ഞാടാൻ കാത്തു നിൽക്കുകയാണ്. ആര്? പാമ്പ്. അവിടെ ഇതോടുകൂടിയിട്ട് ഇയാളുടെ ബേജാറ് വർദ്ധിച്ചു. ഇയാൾ ആ പിടിച്ചു നിൽക്കുന്ന വള്ളിയുടെ ആ ബലം ഒന്ന് പരിശോധിച്ചു. അതിങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ 2 എലികൾ, ഒരു വെളുത്ത എലിയും ഒരു കറുത്ത എലിയും എന്ത് ചെയ്യാണ്? ഈ വേരിങ്ങനെ കാർന്ന് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതോടുകൂടി ഇയാളുടെ ഭയം പിന്നെയും വർദ്ധിച്ചു. ഏത് സമയത്തും എലികൾ ഈ വേരുകൾ കാർന്ന് തിന്ന് അവസാനം ഈ പിടിവള്ളി നഷ്ടപ്പെട്ട് ഇയാൾ പൊട്ടക്കിണറ്റിൻ്റെ അഗാധതയിലേക്ക് ആപതിച്ചു പോകുമെന്ന ഒരു ദുരവസ്ഥ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇയാളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോണ്ട് തൊട്ടടുത്തൊരു തേൻ പലക, നല്ല തേനൂറി നിൽക്കുന്ന ഒരു തേൻ പലക ഇങ്ങനെ കണ്ടപ്പോൾ ഇയാളൊക്കെ മറന്നു. ഇയാൾ എന്ത് ചെയ്തു എന്നറിയോ നിങ്ങൾ? ഈ തേനങ്ങനെ നക്കി കുടിക്കാൻ തുടങ്ങി. കൈ വിട്ട് തോണ്ടി കുടിച്ചാൻ പറ്റൂലല്ലോ, കാരണം കിണറ്റിൻ്റെ അടിയിലെത്തും. അതുകൊണ്ട് തന്നെ ഇയാൾ തൊട്ടടുത്ത് ലഭ്യമായ ആ തേന് നാവുകൊണ്ട് നക്കി കുടിച്ചങ്ങനെ നിന്നപ്പോൾ ഇതിൻ്റെ ആ സുഖ ആനന്ദത്തിൽ ഇയാൾ എല്ലാം മറന്നു. മേലെ വാ പൊളിച്ചു നിൽക്കുന്ന സിംഹത്തിൻ്റെ കാര്യം മറന്നു. താഴെ പത്തി വിടർത്തിയാടുന്ന ഉഗ്രവിഷമുള്ള സർപ്പത്തിൻ്റെ കാര്യവും ഇയാൾ മറന്നു. നോക്കൂ നിങ്ങൾ, മനുഷ്യൻ്റെ അവസ്ഥ ഇതാണ്. ഇയാളെ ഈ ഓടിച്ചിട്ട് പിടിച്ചതെന്താണ്? ആ സിംഹം മരുഭൂമിയിലൂടെ ഇയാളുടെ ആയുസ. കറുത്ത എലി എന്ന് പറയുന്നത് രാവിനെ സൂചിപ്പിക്കുന്നു, വെളുത്ത എലി എന്ന് പറയുന്നത് പകലിനെ സൂചിപ്പിക്കുന്നു. പകലും രാത്രിയുമായി ഇയാളുടെ ആയുസ് അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം അയാൾക്ക് ചെന്ന് ഭവിക്കുവാനുള്ള ആ പതന സ്ഥാനത്തെയാണ് ഈ പൊട്ടക്കിണറ്റിൻ്റെ ആഴം കുറിക്കുന്നത്. അവിടെയുള്ള സർപ്പം നമുക്ക് പറഞ്ഞു തരുന്നത് ഈ മനുഷ്യന് ദുന്യാവിനോടുള്ള ആർത്തിയാണ് ഇയാൾ ഈ നക്കിക്കുടിക്കാൻ തുടങ്ങുന്ന ഈ തേനിൻ്റെ അവസ്ഥ. ഈ തേൻ പലക കണ്ടതോടു കൂടിയിട്ട് ഇയാൾ എല്ലാം മറന്നു. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. അപ്പോൾ ഈ ഒരു ദുന്യാവിനോടുള്ള അത്യാർത്തി മനുഷ്യനെ പതനത്തിലേക്കാണ് നയിച്ചിരിക്കുന്നത്. അത് അവൻ്റെ സന്തോഷമാണ് കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഗതികൾക്ക് പുറമെ ഇനിയും മനുഷ്യൻ്റെ മനസ്സിൽ സംതൃപ്തി കൈവരിക്കാൻ ആവശ്യമായ കുറേ സംഗതികൾ അവൻ മനസ്സിലുണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. വളരെ വിശദമായ ഒരു വിഷയമായതുകൊണ്ട് ഞാൻ അത് ദീർഘിപ്പിക്കുന്നില്ല. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമുള്ള ഒരു വിശ്വാസി അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാൻ തയ്യാറാകണം. ഉള്ളതിൽ തൃപ്തിപ്പെടാൻ ഒരു സത്യവിശ്വാസിക്ക് സാധിക്കണം. അത് ഈ റിളയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജൽ ബിഖിസ്തിഹി ജഅലൽ ഫറഹ വറൗഹ ഫിർറിളാ വൽ യഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നീതി കൊണ്ട് സന്തോഷവും അതുപോലെ തന്നെ സംതൃപ്തിയൊക്കെ സന്തോഷം സംതൃപ്തിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. വജഅലൽ ഗമ്മ വൽ ഹുസ്ന ഫിസ്സഖത്ത് വശക്ക്. അതുപോലെ തന്നെ ദുഃഖവും മനോവിഷമവുമൊക്കെ സംശയത്തിലാണ്, കോപത്തിലാണ് അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ സത്യവിശ്വാസി അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ സംതൃപ്തനാകണം. എല്ലാം അള്ളാഹുവിൽ വരമേൽപ്പിക്കാൻ തയ്യാറുള്ളവനാകണം. അള്ളാഹു നൽകിയ സർവ്വതിനെയും സ്നേഹിക്കാനും സന്തോഷത്തോടെ കാണാനും സത്യവിശ്വാസിക്ക് സാധിക്കണം. ഇങ്ങനെയുള്ള ഈമാനും അമലു സ്വാലിഹാത്തും നിറഞ്ഞ ഒരു ജീവിതമാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. സംതൃപ്തി വിശ്വാസിക്ക് പ്രദാനം ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഈമാനിൽ അധിഷ്ഠിതമായ സൽക്കർമ്മങ്ങളാണ്, അചഞ്ചലമായ അള്ളാഹുവിലുള്ള വിശ്വാസമാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സംതൃപ്തിയോടെ ജീവിക്കാനുള്ള മാനസികമായ ഈമാനും വിശ്വാസദാർഢ്യത നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആകുന്നത്ര നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. എനിക്ക് ശേഷം വന്യനായ നമ്മുടെ കുഞ്ഞു മുഹമ്മദ് പറപ്പൂർ അവർകൾ സംസാരിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ
സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ സദഖയും മറ്റെല്ലാ സ്വാലിഹായ അമലുകളും നമ്മിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ ബി അൻവാ